ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ സ്ഥിരമായി ഇങ്ങനെ പലതരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കമൻസ് വരാറുണ്ട്. അതിൽ സജഷനായിട്ട് വന്ന ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കഥയാണ് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ആ സുഹൃത്ത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചുള്ള സജഷൻ ചെയ്യാവുന്നതാണ്. എന്നാൽ കഴിയുന്നതാണെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങൾ വീഡിയോസൊക്കെ കാണണം, എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ അത് പ്രചോദനമാകൂ. ഏതായാലും കൂടുതൽ മടുപ്പിക്കുന്നില്ല, നമുക്ക് ആ കഥയിലേക്ക് തന്നെ കടക്കാം. മഹാഭാരതം എന്ന ഇതിഹാസ കഥയിലെ ബൃഹദ്രഥൻ എന്ന മഗധ രാജാവിൻ്റെ പുത്രനാണ് ജരാസന്ധൻ. കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് തന്നെ ജരാസന്ധൻ പാണ്ഡവനായ ഭീമസേനാൽ കൊല്ലപ്പെട്ടു. കൗരവപക്ഷക്കാരനായിരുന്നു ഈ മഗധാധിപതിയായ ജരാസന്ധൻ. ഇദ്ദേഹത്തിൻ്റെ 2 പുത്രന്മാരെ കംസനും വിവാഹം ചെയ്തു കൊടുത്തിരുന്നു. നമുക്ക് ജരാസന്ധൻ്റെ ജനന കഥ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കാം. മഗധാധിപൻ ആയിരുന്ന ബൃഹദ്രഥൻ എന്ന മഹാരാജാവിന് മക്കളില്ലാതെ വിഷമിക്കുന്ന അവസരത്തിൽ ചണ്ഡകൗശികൻ എന്ന മുനി ഒരു മാമ്പഴം സമ്മാനിക്കുകയും അദ്ദേഹം അത് തൻ്റെ 2 ഭാര്യമാർക്കുമായി തുല്യമായി വീതിച്ചു നൽകുകയും ചെയ്തു. 2 പേരും ഗർഭം ധരിക്കുകയും ഒരേ സമയം പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ 2 പേരും പ്രസവിച്ചത് പകുതി ശരീരം മാത്രമുള്ള ചത്ത കുഞ്ഞിനെ ആയിരുന്നു. മാമ്പഴം പാതി കഴിച്ചതിനാൽ പകുതി കുഞ്ഞിനെയാണ് ഭാര്യമാർ പ്രസവിച്ചത്. ഇത് കണ്ട് പേടിച്ച രാജാവും പത്നിമാരും പകുതി ശരീരങ്ങളെ അടുത്തുള്ള കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു. കാട്ടിലൂടെ സഞ്ചരിച്ച ജര എന്നു പേരുള്ള രാക്ഷസി ഈ പകുതി ശരീരഭാഗങ്ങളെ കാണുകയും കൗതുകം തോന്നി 2ഉം കൂടി യോജിപ്പിക്കുകയും ചെയ്തു. പകുതി ശരീരഭാഗങ്ങളെ യോജിപ്പിച്ചപ്പോൾ തന്നെ കുട്ടിക്ക് ജീവൻ വയ്ക്കുകയും വളരെ ഉച്ചത്തിൽ കരയുകയും ചെയ്തു. കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ സാധിക്കാതെ വന്നപ്പോൾ ജര കുട്ടിയെ അവിടെ തന്നെ ഉപേക്ഷിക്കുകയും അവിടെ നിന്ന് പോകുകയും ചെയ്തു. തുടർന്ന് ഇതറിഞ്ഞ മഹാരാജാവ് അവനെ വീണ്ടും കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തി. ജരയാൽ യോജിപ്പിക്കപ്പെട്ടവൻ ആയതിനാൽ സന്ധിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അവന് ജരാസന്ധൻ എന്ന നാമകരണവും നടത്തി. അടുത്ത ഭാഗത്തിൽ ജരാസന്ധൻ്റെ വധം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം. ബൈ. സീ യു.